എന്നെ തല്ലിക്കൊന്ന് കൊഴിച്ചു മൂടിയിട്ട് രണ്ടും കൂടി ആത്തര ഒളിച്ചിരിക്കുകയാണല്ലേ? എന്താ പ്രശ്നം? ഞാനെന്ന് പറഞ്ഞില്ല ചേട്ടത്തി, ഒരു പൊടിയൻ അയാളാ. ഓ, ആ കള്ളുകൂടി. അയ്യോ, എനിക്കിത് രണ്ടിലൊന്നും അറിയണം. ആഹാ, എന്താടോ എന്താടോ കള്ളും കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? സൂക്ഷിച്ച് സംസാരത്തിലെ അടിച്ചു വന്ന ഉടപ്പരിയാൻ താഴെ ഇടും. ഓഹോ, അപ്പൊ ഈ വീട് മുഴുവൻ ഗുണ്ടകളാണല്ലേ? ഈ സുഗന്ധത്താണ് നിന്റെ കളി. എന്നോട് കളിച്ചാ കളി ഞാൻ പഠിപ്പിക്കുവേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആഹാ, അത് കൊള്ളാമല്ലോ. ഇപ്പൊ വാദി പ്രതിയായോ? നിഷ്കളങ്കനും നല്ലവനോ എന്നെ ഒരു കുലപതിയാക്കാൻ നോക്കിയിട്ട് എന്നിട്ട് സത്യം പുറത്തു വരുന്നതായപ്പോ എന്റെ കൊല്ലാൻ നോക്കിയല്ലേ? എന്തൊക്കെ ബോധക്കേടാണോ ഈ പറയുന്നത്? കള്ളു കുടിച്ച വയറ്റി കിടക്കണോട്. കള്ളു കുടിച്ച വയറ്റല്ലാതെ കാലി കിടക്കാൻ പറ്റുമോ? ചില സത്യങ്ങൾ എനിക്ക് തുറന്നു പറയണം. ദത്തേട്ടൻ തന്നെ ഉപദേശിച്ച കാര്യമില്ലേ? അതിവിടെ എല്ലാവർക്കും അറിയാം. അല്ല, അതല്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഒത്തി കുടലെടുക്കും ഞാൻ. വിടാനാ പറഞ്ഞത്. പെണ്ണുങ്ങളുടെ കയ്യിട്ട് പിടിക്കുന്നോളാം. മോളെ നോക്കി നിൽക്കാതെ തല്ലി കൊല്ലിവനെ. ഇവൻ ബലാത്സംഗ വീരനാ. അത്രയ്ക്കായോ? ആരെവിടെ? എവിടെ കത്തി? കൊല്ലും, എല്ലാത്തിനും ഞാൻ കൊല്ലും. എല്ലാത്തിനെയും കൊല്ലും. അവസാനിപ്പിച്ചായി എല്ലാത്തിനെയും ഞാൻ കൊല്ലും. കത്തി താഴെ ഇട് സുഗുണ. ഈ ഗോമതിയാ പറയുന്നേ, കത്തി താഴെ ഇടാൻ. കത്തി താഴെ ഇട് സുഗുണ. അടുത്ത് വന്നാ അടുത്തോട്ട് വരില്ല.